നമസ്കാരം. നമ്മുടെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് വർക്ക് പ്ലേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് ഞാനൊന്ന് കൺക്ലൂഡിങ് പോർഷനിലേക്ക് കടക്കുകയാണ്. സോ ആസ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ, ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻക്വയറി പ്രൊസീജിയേഴ്സ് ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഘട്ടം വാട്ട് ആഫ്റ്റർ എൻക്വയറി. സോ ഒന്നും കൂടി സെഷൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി അതൊന്ന് റിഫ്രഷ് ചെയ്ത് പോവാണ്. എന്താണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. സോ എന്താണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഒന്നും കൂടി നോക്കുകയാണേ. സോ ഇൻക്ലൂഡ്സ് അൺവെൽക്കം സെക്ഷൽ ബിഹേവിയർ. അത് നിർബന്ധമായിട്ടും ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വേർഡ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അൺവെൽക്കംഡ് സെക്ഷൽ ബിഹേവിയർ. അസ്വീകാര്യമായ ഒരു ലൈംഗിക പ്രവൃത്തി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി. എന്തൊക്കെയാണ് ഈ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇതർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, ഡയറക്റ്റ്ലി ഓർ ഇംപ്ലൈഡ്, ശരിക്കും ഡയറക്റ്റായിട്ട് സ്ത്രീയോട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ അതാണ് അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആ വ്യക്തി സ്വീകരിക്കുന്നു. സോ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസസ്. ഫിസിക്കൽ കോൺടാക്ട്, ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് ഉണ്ട് ആ വ്യക്തിക്ക്. നെക്സ്റ്റ് വൺ ഡിമാൻഡിങ് ഓർ റിക്വസ്റ്റിംഗ് സെക്ഷൽ ഫേവേഴ്സ്. ഡിമാൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്, സ്ത്രീയോട് സെക്ഷൽ ഫേവേഴ്സ് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് തേർഡ് വൺ മേക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്സ്. ലൈംഗിക ചൊവ്വയുള്ള രീതിയിൽ ഉള്ള റിമാർക്സ് ആ സ്ത്രീയോട് പറയുകയാണ്. ഷോയിങ് പ്രോണോഗ്രാഫി, അശ്ലീലമായ സാഹിത്യമോ വീഡിയോസോ അല്ലെങ്കിൽ മറ്റ് പിക്ചേഴ്സോ ആ സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഇത് നമ്മളിവിടെ പറയുമ്പോൾ ഷെയർ ചെയ്യണു എന്ന് പറഞ്ഞാൽ ഷെയറിങ്ങും കൂടി ഇതിലുണ്ടെങ്കിൽ IT ആക്ട് വെച്ചിട്ടും കൂടി ഇത് കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറുകയാണ്. ആൻഡ് ഫൈനലി എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ ഓർ നോൺ വെർബൽ കോൺടാക്ട്. ഫിസിക്കൽ, വെർബൽ വാക്കുകൊണ്ടുള്ളത്, നോൺ വെർബൽ ജെസ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഷ്ടകളും മറ്റും കാണിക്കുന്നത് എന്ത് സെക്ഷൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ ഉള്ള വരുന്നതാണ്. സോ ക്വൈറ്റ് നാച്ചുറലി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ചോദ്യം മനസ്സിൽ വരുന്നൊരു ചോദ്യമായിരിക്കും. ഒരു സ്ത്രീയോട് ഈ പറയുന്ന പ്രവൃത്തികൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലിയോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പ്രോണോഗ്രാഫി കാണിച്ചുകൊണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയാം എല്ലാവരുടെ മനസ്സിലും വരുന്നൊരു ചോദ്യമായിരിക്കും, സ്ത്രീയെ കുറിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സെക്ഷൽ ഹരാസ്മെൻറ്റിലേക്ക് പോകുമോ എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ട്. ഉറപ്പായിട്ടും സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സ്ത്രീയെ തുറിച്ച് നോക്കിയാലോ അല്ലെങ്കിൽ സ്ത്രീയെ നോക്കിയാലോ എന്നല്ല, അതായത് ആ വ്യക്തിയുടെ നോട്ടം ഈ സ്ത്രീക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടമാണ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ ഒരിക്കലും നോക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ഈ പറയുന്നത്. നോക്കുന്നതല്ല, ലൈക്ക് ആ ഒരു നോട്ടം ആ വ്യക്തി ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഒരു പുരുഷന് സംസാരിക്കുമ്പോൾ ഏതൊരു സ്ത്രീയും ഇൻക്ലൂഡിങ് മീ, ഏതൊരു സ്ത്രീയും നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖത്ത് നോക്കി സംസാരിക്കാം അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാം. ഇത് ഈ പറയുന്ന വ്യക്തിയുടെ നോട്ടം ആ സ്ത്രീക്ക് അതിന് നമുക്കൊരു ടൈം പീരീഡ് വെച്ചൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ലൈക്ക് ആ നോക്കുന്ന ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു നോക്കുന്ന ആ ഒരു ഇതിൽ ഒരു സ്ത്രീക്ക് അത് ഫീൽ ചെയ്യാണ് സം ഡിസ്കംഫർട്ട്. എനിക്ക് ആ നോട്ടം ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടെ ഒന്നും വാക്കുകൊണ്ട് പറയുകയോ അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്ററോ ഒന്നുമില്ല ഇവിടെ, ബട്ട് ആ വ്യക്തിയുടെ ഒരു നോട്ടം എനിക്കെന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡെഫിനേഷനിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് മേ ബി എല്ലാ സ്ത്രീക്കും യൂഷ്വലി നമ്മൾക്കത് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ഒരു നോട്ടം തീർച്ചയായിട്ടും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലൊരു നോട്ടമാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. സോ ദിസ് ഡസൻറ്റ് മീൻ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്നല്ല, ആ ഒരു നോട്ടം ആ സ്ത്രീക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കും. ആൻഡ് സോ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഐ ഹോപ്പ് ഇവിടെ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. സോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും
അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ ഒരു സ്ത്രീ 10-ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാകണം. ഈ കമ്മിറ്റിയുടെ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥയായിരിക്കും, വനിതാ ഉദ്യോഗസ്ഥയായിരിക്കും അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ, ഫോളോഡ് ബൈ മെമ്പേഴ്സ്. അത് ആ പറയുന്ന മെമ്പേഴ്സ് 2 മെമ്പേഴ്സ് ആ സ്ഥാപനത്തിൽ തന്നെ ഉള്ള 2 മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് എക്സ്റ്റേണൽ മെമ്പറാണ് പിന്നെ പറഞ്ഞത് ഏതെങ്കിലും NGOയിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായിട്ട് സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റും വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു മെമ്പർ. അപ്പോൾ ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫോർ മിനിമം 3 ഇയേഴ്സാണ്. ഈ 3 ഇയേഴ്സാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ 3 ഇയേഴ്സ് ഈ മെമ്പേഴ്സ് അങ്ങനെ നിലനിന്ന് പോവുകയാണ്. അൺലെസ് ആൻഡ് അൺടിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഈ മെമ്പേഴ്സ് മാറുന്ന ഒരു സാഹചര്യത്തിൽ അവർ മാറുന്നു. അതർവൈസ് ഈ മെമ്പേഴ്സ് 3 ഇയേഴ്സിന് ഈ മെമ്പേഴ്സ് അങ്ങനെ കണ്ടിന്യൂസ്ലി നിന്ന് പോവുകയാണ്. ആൻഡ് 3 ഇയേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പം വേണമെങ്കിൽ മെമ്പേഴ്സ് മാറാം, അല്ലെങ്കിൽ മേ ബി ആ സീനിയർ ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ ചിലപ്പോൾ റിട്ടയർ ആയി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മെമ്പർ ആരാന്ന് വെച്ചാൽ ആ ഒരു മെമ്പറാകും. ബട്ട് ഇത് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി തീർച്ചയായിട്ടും നിർബന്ധമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ആ എൻക്വയറി പ്രോസസ്സ് നമ്മൾ പറഞ്ഞല്ലോ, എൻക്വയറി പ്രോസസ്സ് അവിടെ നടക്കുന്ന ഒരു എൻക്വയറി പ്രോസസ്സ്, ഈ ഒരു എൻക്വയറി പ്രോസസ്സ് സിവിൽ പ്രൊസീജിയർ കോഡ്, അതായത് 1908 നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിൽ ഏത് രീതിയിലാണോ നമ്മുടെ എൻക്വയറി പ്രോസസ്സ് പറയുന്നത്, സിവിൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഒരു പ്രൊസീജിയർ കോഡ്, അത് പല സെഷനിലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പോലെ സിവിൽ പ്രൊസീജിയർ കോഡുമുണ്ട്, സിവിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ. സോ സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള രീതിയിലാണ് ഇവിടെ സമൻസും അല്ലെങ്കിൽ ആ എൻക്വയറി പ്രൊസീജിയർ ആ കോഡിൻ്റെ പ്രൊസീജിയർ രീതിയിലാണ് ഇത് നമ്മൾ സമൻസ് ചെയ്യുന്നതും ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വിറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും, ഇതൊക്കെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഇതിൽ പറയാനുള്ള, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഈ പറയുന്ന രീതിയിൽ 10-ലധികം സ്ത്രീകളുള്ള ഒരു സ്ഥാപനത്തിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് നിർബന്ധമാണെന്ന് പറഞ്ഞു. സോ ബൈ എനി കേസ് ആ ഒരു സ്ഥാപനം അങ്ങനെ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇൻഫാക്റ്റ് അവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം 50,000 rupees ഫൈനാണ് ഇതിൽ ഇമ്പോസ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത. 50,000 rupees ആ എംപ്ലോയർ അങ്ങനൊരു കമ്മിറ്റി അവിടെ ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 rupees വരെ അവിടെ ഫൈനായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പറയാനുള്ളത്, സോ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാണെന്ന് കരുതുന്നു. സോ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഫൈനൽ റിപ്പോർട്ട് കമ്മിറ്റി തയ്യാറാക്കിയതിന് ശേഷം ആ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് എവിടെയായിരിക്കും? ആ സ്ഥാപനത്തിൻ്റെ സീനിയർ മോസ്റ്റ് വ്യക്തിക്ക് അത് കൊടുക്കുന്നതായിരിക്കും ആ റിപ്പോർട്ട്. സോ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനമാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി അടുത്ത ഫർദർ, അത് കൊടുത്തു കഴിഞ്ഞു ഈ വ്യക്തി കുറ്റക്കാരനാണെന്നും കണ്ടെത്തി എന്ന് വിചാരിക്കാം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈ വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവിടെ നടക്കാവുന്ന ഇനി ഫർദർ ആക്ഷൻ എന്താണ്? കുറ്റകൃത്യം ചെയ്തു, ഇനി എന്താണ് ഫർദർ ആക്ഷൻ അനുസരിച്ച് ആ എംപ്ലോയർക്ക് വേണമെങ്കിൽ ഈ വ്യക്തിയെ സ്ഥലം മാറ്റാം, അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ നടക്കാം. ഓർ ഇത് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ സർവീസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് നമ്മുടെ ഇപ്പോൾ എക്സൈസ് അക്കാഡമി ഓർ പോലീസ് അക്കാഡമി, ഇപ്പം ഇങ്ങനത്തെയൊക്കെ റിസർവ് ബറ്റാലിയൻ, ഈ പറയുന്ന രീതിയിലുള്ള ഈ സ്ഥലങ്ങളിൽ നമുക്ക് ട്രെയിനിങ് നടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഇവിടെയാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇവിടെ ഒരു കംപ്ലയിൻറ്റ് കിട്ടി, ഒരു വനിതയിൽ നിന്നൊരു കംപ്ലയിൻറ്റ് കിട്ടി, അതിൻ്റെ എൻക്വയറി നടന്നു, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. സോ ഈ റിപ്പോർട്ട് ഇനി ഫർദറായിട്ട് പോകുന്ന എവിടെയായിരിക്കും? ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും. സോ ത്രൂ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ത്രൂ ഇത് പോകുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും. സോ ബേസ്ഡ് അപ്പോൺ ഈ ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിക്ക് സർവീസ് റൂൾ അനുസരിച്ചിട്ടുള്ള ശിക്ഷ കിട്ടുന്നത് ഒരു സൈഡിൽ നിൽക്കട്ടെ, പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് ഔട്ട്റേജിങ് ദി മോഡസ്റ്റി ഓഫ് എ വിമൻ, ഒരു സ്ത്രീയുടെ മര്യാദ ലംഘനം വരുത്തുന്ന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും. സോ 354A of IPC
354A ഓഫ് IPCയിലാണ് സെക്ഷൽ ഹരാസ്മെൻറ്റും അതിനുള്ള ശിക്ഷകളും പറയുന്നത് 354A. അപ്പോൾ ആ 354A പറയുന്ന പോലത്തെ ശിക്ഷകളോ അല്ലെങ്കിൽ 509 പറയുന്ന IPC അതിൽ പറയുന്ന ശിക്ഷകളോ ഈ വ്യക്തിക്ക് ലഭിക്കാവുന്നതായിരിക്കും. സോ നാച്ചുറലി ഇതൊരു സർവീസ് പേഴ്സൺ ആണെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, സർവീസ് പേഴ്സൺ ആണെങ്കിൽ സർവീസ് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ മാത്രമല്ല, ആ വ്യക്തിക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ആ വ്യക്തിയിൽ ആരോപിച്ചിരിക്കുന്നത് അവിടെ തെളിയുന്ന ഒരു സാഹചര്യത്തിൽ തെളിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജോലി വരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇതാണ് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ആക്ട് ഇപ്പോൾ ഇത്രയും കേട്ടൊരു സ്ഥിതിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് കുറേ സംശയങ്ങൾ ഉണ്ടാവാൻ തീർച്ചയായിട്ടും സാഹചര്യമുണ്ട്. അതിലൊക്കെ പ്രധാനപ്പെട്ട സംശയം ഞാൻ തന്നെ ഇതിൽ പറയട്ടെ. സോ വാട്ട് ഇഫ്, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വാട്ട് ഇഫ് ഈ കംപ്ലയിൻറ്റ് നമ്മൾ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീയാണ് ഇവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന കംപ്ലയിൻറ്റ് ജെന്യുവിൻ ആയിരിക്കാം അല്ലെങ്കിൽ വ്യാജ പരാതിയുമായിരിക്കാം. ഇപ്പോൾ ഒരു ദേഷ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ സീനിയർ ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ സ്ത്രീക്ക് അവരുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷോ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ. സോ ഇതിൻ്റെ പേരിൽ ഈ ഒരു ആക്ട് അനുസരിച്ച് നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ആ വ്യക്തിയിലാണ് കൂടുതൽ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു വ്യാജ പരാതിയാണ് അവിടെ കമ്മിറ്റിയുടെ മുമ്പാകെ കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഒരു പരാതിയാണ് അവിടെ പോയത്. സോ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻക്വയറി നമ്മൾ നടത്തുന്നു. കമ്മിറ്റിക്ക് അറിയുന്നില്ല ഇത് വ്യാജ പരാതിയാണെന്ന് അറിയുന്നില്ല, എൻക്വയറി നടത്തുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി എൻക്വയറി കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയാണ് ഇത് വ്യാജ പരാതിയാണ്. ബിക്കോസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് റെസ്പോണ്ടൻറ്റിന് ഈ പരാതി വ്യാജമാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു എന്നും വെക്കാം. അങ്ങനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ തെളിഞ്ഞു എന്ന് വിചാരിക്കാം, പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? കമ്മിറ്റിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് വ്യാജ പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് ആ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ആ പരാതി പറഞ്ഞ സ്ത്രീക്കെതിരെ നമുക്കവിടെ ഒരു ആക്ഷനും കമ്മിറ്റിക്ക് എടുക്കാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പകരം ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റെസ്പോണ്ടൻറ്റിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെതിരെ അപ്പം ഈ എൻക്വയറി കഴിയുന്ന വരെ, അപ്പം ടിൽ ദി എൻഡ് ഓഫ് ദി എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് എൻഡ് ചെയ്യുന്നവരെ സ്വാഭാവികമായിട്ടും ആ പുരുഷൻ നല്ല മെൻ്റൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത്രയും ഒരു ആയിരിക്കും ആ ദിവസങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ആൻഡ് എൻഡ് ഓഫ് ദി എൻക്വയറി ഇത് ഒന്നുമില്ല, ആൾ നിരപരാധിയാണ്, ഇന്നസെൻ്റ് ആണ് എന്ന് തെളിയുന്നൊരു സാഹചര്യത്തിൽ ഇവിടെ കമ്മിറ്റിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വീണ്ടും ഒരു ലോയറിനെയോ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാനഹാനി അല്ലെങ്കിൽ ഡെഫമേഷന് ഒരു കേസ് തിരിച്ച് ആ സ്ത്രീക്കെതിരെ ഒരു ഡെഫമേഷൻ ഒരു കേസ് ഫയൽ ചെയ്യാം എന്ന് മാത്രമേ ഇവർക്ക് സൊല്യൂഷനുള്ളൂ. ഈ എൻക്വയറി നടത്തിയ കമ്മിറ്റിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കംപ്ലയിൻറ്റ് ആ പറഞ്ഞ കംപ്ലയിൻറ്റ് വ്യാജമാണെങ്കിൽ ഇതിൽ ഒരു രീതിയിലുള്ള അത്തരത്തിലുള്ള ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാനേ അവിടെ കമ്മിറ്റിക്ക് അത് ക്ലോസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇൻഫാക്ട് തിരിച്ച് ആ സ്ത്രീയെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് അവിടെ കുറ്റാരോപിതനായ വ്യക്തിക്ക് ഉണ്ടായ മാനഹാനിക്ക് അവർക്ക് ഒരു ലീഗൽ പ്രൊഫഷനിൽ ഉള്ള ഒരു വ്യക്തിയെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ ഒരു കേസ്, ഡെഫമേഷൻ ഒരു കേസ് ഫയൽ ചെയ്യാം എന്ന് മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ. സോ ഇത്തരത്തിലുള്ള പരാതികളും ഈ രീതിയിലുള്ള എൻക്വയറീസും പലതും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടന്നു പോകുന്നുണ്ട്. സോ കൃത്യമായിട്ടൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൈസ് അക്കാഡമിയോ അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസ് അക്കാഡമിയോ നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, ഓഫ്കോഴ്സ് നമ്മുടെ ഇവിടെയുള്ള റിസർവ് ബറ്റാലിയൻ, KP ഫസ്റ്റ് ബറ്റാലിയൻ, ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും പുരുഷന്മാരോടൊപ്പം വനിതകളും ഇപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അറിയാം, കുറേയധികം വനിതകൾ നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വനിതകൾ അല്ലെങ്കിൽ ഇവർ എല്ലാവരും പങ്കെടുക്കുന്ന ആ ട്രെയിനിങ്ങിന് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ വരുന്നത് അതാണ് അവരുടെ അവിടെ വർക്ക് പ്ലേസ്. സോ കൃത്യമായിട്ടും മനസ്സിൽ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും, എല്ലാ ഈ ട്രെയിനിങ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും കൃത്യമായിട്ടും ഉണ്ടാകണം. ഈ അവയർനെസ് ഉണ്ടാകണം എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമല്ല, ഇവൻ പുരുഷന്മാരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ആദ്യത്തെ സെഷനിൽ എടുക്കുമ്പോൾ വർക്ക് പ്ലേസ് എന്നുള്ള ഡെഫിനിഷനിൽ ഇവൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
അതും അതിൽ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം മാത്രമല്ല, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ വരുന്ന അവിടെ വരുന്ന കുട്ടികളും ഈ വർക്ക് പ്ലേസ് എന്നുള്ള ഡെഫിനേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പം വർക്ക് പ്ലേസിലുള്ള നമ്മൾ പറയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാതികളും കംപ്ലയിൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല എൻക്വയറീസും നടത്തിയിട്ടുണ്ട്. ഞാനും ബീങ് എ മെമ്പർ ഓഫ് ഇങ്ങനത്തെ ഈ ഒരു കമ്മിറ്റിയുടെ മെമ്പറായിട്ട് തുടർന്ന് പോകുന്നൊരു സാഹചര്യത്തിൽ ഇതുപോലത്തെ പല എൻക്വയറീസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഐ മീൻ നമ്മുടെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലീസ് അക്കാഡമിയിലും അതുപോലെ എക്സൈസ് അക്കാഡമിയിലും ഇവിടുത്തെയൊക്കെ കമ്മിറ്റിയിലെ മെമ്പറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻക്വയറീസ് നടത്തിയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വരുന്നൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ആരിൽ നിന്നുണ്ടാവാനാണ് കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മേ ബി അവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന മറ്റ് ഫാക്കൽറ്റീസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സ്റ്റുഡൻസിൻ്റെ നിന്ന് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. സോ ഇതിൽ ഒരു കാര്യം ഒരു മെയിനായിട്ടുള്ളൊരു ഡൗട്ട് ഒന്നും കൂടിയുണ്ട്. ഈ പറയുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ്ങിൽ അക്യൂസ്ഡ് ആരാ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടം വരെ. സോ ബൈ ഡിഫോൾട്ട് എപ്പോഴും ഈ സെക്ഷുവൽ ഹരാസ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും അത് വിക്ടിം. ഓക്കെ, അഫ്കോഴ്സ് ഇവിടെ തീർച്ചയായിട്ടും വിമൻ വിക്ടിം ആണെങ്കിൽ സെക്ഷുവൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുമ്പം ബൈ ഡിഫോൾട്ട് അവിടെ അക്യൂസ്ഡ് അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്ന പുരുഷനാണ് എന്നൊരു ബൈ ഡിഫോൾട്ടാണ്. പക്ഷെ നമ്മുടെ ഈ ആക്റ്റിൽ എവിടെയും അത് പറയുന്നില്ല പുരുഷനാണ് റെസ്പോണ്ടൻ്റ് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് എന്ന് ഈ ആക്റ്റിൽ പറയുന്നില്ല. എനി പേഴ്സൺ ആവാം, ഒരു സ്ത്രീയുമാവാം, മറ്റൊരു സ്ത്രീയെ സെക്ഷലി ഹരാസ് ചെയ്യാം, പുരുഷനും ആവാം. സോ സ്ത്രീയും മറ്റൊരു സ്ത്രീയെ സെക്ഷലി ഹരാസ് ചെയ്യാം. മേ ബി ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന പോലെ ഒരു അൺനാച്ചുറൽ ഒഫൻസിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മൾ ഈ ആക്റ്റിൽ അങ്ങനൊരു റെസ്പോണ്ടൻ്റ് എന്നുള്ളൊരു ഡെഫിനിഷനിൽ എനി പേഴ്സൺ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനെയൊന്നും കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഒരു റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് എനി പേഴ്സൺ ആണ്. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല. സോ എനി പേഴ്സൺ ആവാം. ബട്ട് നമ്മൾ ജെനുവിനായിട്ട് നമ്മളിങ്ങനെ കണ്ടുവരുന്ന കാര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സെക്ഷനോടാണ് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ള ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷൽ ഹരാസ്മെൻറ്റ് വർക്ക് പ്ലേസിൽ മോസ്റ്റ്ലി എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന പോലെ പുരുഷന്മാരാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അങ്ങനൊരു ടിപ്പിക്കലൊരു കേസ് ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ക്ലയൻറ്റ് ഇങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. നമ്മളൊരു നിയമം യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ കൺക്ലൂഷൻ ഇനിയും വന്നിട്ടില്ല. സോ ഇതിൽ പറയുന്ന പോലെ വിക്ടിമിൻ്റെയോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റിൻ്റെ പേരൊന്നും ഇല്ലാതെ ആ ഒരു സാഹചര്യം മാത്രം ഒരു നക്ഷലിൽ വേണമെങ്കിൽ പറയാം. ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി. സോ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് പ്ലേസിൻ്റെ ഡെഫിനിഷനിൽ വരുന്നൊരു ഡെഫിനിഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഡെഫിനിഷനിൽ. കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ്സിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി വിത്തിൻ ഡേയ്സ് അവിടെ ഒരു കുറേ അധികം ദിവസമൊന്നും ക്ലാസ്സിന് പോയിട്ടില്ല. കോച്ചിങ് സെൻറ്ററാണ്. സോ ഷോർട്ട് ടേം ക്ലാസ്സുകളാണ്. സോ ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു ടീച്ചർ അല്ലെങ്കിൽ സാറെന്ന് പറയാം, ആ സാറ് ആ കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. സോ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല, ലൈബ്രറിയുടെ ഉള്ളിൽ വെച്ചിട്ട്. സോ കുട്ടി അവിടെ വിളിച്ചു വരുത്തുകയും കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. സോ ഈ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഡേയുടെ പ്രീവിയസ് ഡേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പ് തന്നെ ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വെഹിക്കിളിൽ കയറ്റി കൊണ്ടുപോയിട്ടുള്ളതാണ്. സോ ഇത് കണ്ടിട്ടുള്ള പലരും അവിടെയുണ്ട്. സോ ഇവിടെ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതൊരു ഇഷ്യൂ അല്ല. സോ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ആ വഴി പോവുകയാണ്, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. സോ ഇത് നത്തിങ് റോങ്. ഒരാൾക്ക് നമ്മൾ ലിഫ്റ്റ് കൊടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഇനി പോയി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. സോ ഈ മെസ്സേജ് ഒരു സാറിന് മെസ്സേജ് അയക്കുന്ന പോലെ സ്റ്റുഡൻറ്റ് മെസ്സേജ് അയക്കണം. അപ്പോൾ അതും ഒരു കാഷ്വൽ മെസ്സേജാണ്. സോ കാഷ്വൽ മെസ്സേജ് മാത്രമല്ല, അപ്പം ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള റിപ്ലൈ മെസ്സേജ് ആ സാറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിനി തുടർന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് തുടർന്നു. ഇനി സാറും
കുട്ടിയുമല്ല, നമ്മൾ ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന മെസ്സേജ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ലൈക്ക് ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ കൂടെ ഒരാൾക്ക് മറ്റൊരാൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഇപ്പം ആ മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ മെസ്സേജ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നല്ല. എല്ലാവർക്കും അറിയാം നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ആ മെസ്സേജസ്. സോ ഇത്തരത്തിൽ റിക്കവർ എടുത്തിട്ടുള്ള ഫർദറായിട്ട് പിന്നെ ഈ മെസ്സേജസ് ഒക്കെ തിരിച്ച് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ച മെസ്സേജും ഈ മെസ്സേജും പിറ്റേ ദിവസം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ അടുത്ത് ഈ സാറ് മിസ്ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിൽ വെച്ചിട്ട് ആ കുട്ടിയെ സീരിയസ് സെക്ഷൽ ഹരാസ്മെൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിലാണ് അവിടെ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും കയ്യിൽ കയറി പിടിക്കുകയും ഇതൊക്കെ ചെയ്തു. കുട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി പുറത്തേക്ക് വന്നു. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിക്ക് വീട്ടിൽ പോയിട്ട് പാരൻസിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മുടെ കരുതും എന്തുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് പോയില്ല എന്ന് ചോദിക്കാം. ഇവിടെ പോലീസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ല, പോലീസിന് കൊടുത്തൊരു കംപ്ലൈൻ്റ് ഇല്ല ഇവിടെ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന്. എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ സാറുമായിട്ടുള്ള ഫോൺ സംഭാഷണവും, സാറുമായിട്ട് 1-2 പ്രാവശ്യം ഫോൺ വിളിച്ചു. പെൺകുട്ടി ഫോണിൽ കൂടെ വ്യക്തമായിട്ട് ഈ പ്രീവിയസ് ഡേ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് തന്നെ ആ കുട്ടി ഫോണിൽ കൂടെ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രീതിയിലുള്ള റിലേഷൻ എനിക്ക് താല്പര്യമില്ല, സാർ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് നാച്ചുറലി ഒരു സ്ത്രീ എങ്ങനെയാണോ തിരിച്ച് പ്രതികരിക്കുക ആ രീതിയിലുള്ള ഫോൺ സംഭാഷണമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനും സാറിന് അവിടെ ഉത്തരമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുട്ടിക്ക് ഒന്ന് സേഫ് ആവാൻ പറ്റിയൊരു സാഹചര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫോൺ സംഭാഷണം റെക്കോർഡഡ് ആയിരുന്നു. സോ അതാണ് ഇപ്പം നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാനുള്ളത്. ഇത് പ്രൂഫായിട്ട് എന്തിനാണ് ഈ പ്രൂഫായിട്ട് കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ബിക്കോസ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഈ പറയുന്ന റെക്കോർഡിങ് ഈ കുട്ടിയുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറി എന്നുള്ളത് അയച്ചു കൊടുത്തു. അത് അങ്ങനെ തന്നെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഓഡിയോ വീഡിയോ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വിത്തിൻ സെക്കൻഡ്സ് ആൻഡ് വിത്തിൻ മിനിറ്റ്സ് ഇതിങ്ങനെ ഷെയർ ചെയ്ത് പോവാണ്. സോ ഇതങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ അത് ഷെയറായി പോയി. സബ്സിക്വൻ്റ്ലി വിത്തിൻ ഒരു 2-3 വീക്സിൻ്റെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാറ് ഒരു സൂസൈഡ് നോട്ട് എഴുതി വെച്ച്, സൂസൈഡ് നോട്ടിൽ ഈ പെൺകുട്ടിയുടെ പേര് വ്യക്തമായിട്ട് എഴുതി വെച്ച്, ഈ പെൺകുട്ടി കാരണമാണ് ഞാൻ സൂസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് സാറ് കമ്മിറ്റഡ് സൂസൈഡ്, ഹാങ് ചെയ്തു. സോ ഹാങ് ചെയ്ത സമയത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഈ സൂസൈഡ് നോട്ട് അവിടെ നിന്ന് റിക്കവർ ചെയ്തു. ഈ സൂസൈഡ് നോട്ടിൽ വ്യക്തമായിട്ട് പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം, ഒരു വ്യക്തിയെ സൂസൈഡിന് വേണ്ടിയില്ല അല്ലെങ്കിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് എൻക്വയറി നടക്കാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ സൂസൈഡ് ചെയ്തു എന്നുള്ളതല്ല, സൂസൈഡ് നോട്ടാണ് അവിടെ. അപ്പോൾ ആ സൂസൈഡ് നോട്ടിൽ പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടാണ് അവിടെ ഈ വ്യക്തി സൂസൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സൂസൈഡ് ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വിക്ടിമിന്, ആ മാഷിൻ്റെ വീട്ടുകാർ ഇതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് അച്ഛൻ മരിച്ചതിന് ഈ കുട്ടിയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അതിപ്പം അതിൻ്റെ കാര്യങ്ങൾ പല പോലീസ് തരത്തിലും അതുപോലെ രാഷ്ട്രീയ തലത്തിലും ഒക്കെ പരാതി കൊടുത്ത് അതിൻ്റെ പേരിൽ ഇപ്പം എൻക്വയറി ഇപ്പോൾ പോലീസിൻ്റെ പല എൻക്വയറി സ്റ്റേജ് ഇപ്പം എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻതോ അത് ഈ കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡേയുടെ നെക്സ്റ്റ് ഡേ ഈ കുട്ടി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഈ കുട്ടിയുടെ അടുത്ത് സംസാരിച്ച ഒരു ഫോൺ റെക്കോർഡിങ്ങും ഭാഗ്യത്തിന് ഇവിടെ ഉണ്ട്. ആ ഫോൺ റെക്കോർഡിങ്ങിലും ആ ടീച്ചർ പറയുന്നത് സാറ് പലരുടെ അടുത്തും ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. സോ ഈ സാറ് ഈ കുട്ടിയുടെ അടുത്ത് മാത്രമല്ല പല സ്റ്റുഡൻസിൻ്റെ അടുത്തും ഇതിനു മുമ്പും ഈ പറയുന്ന രീതിയിൽ സാറ് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. സോ പോലീസിൻ്റെ ഏതൊരു എൻക്വയറിയിലും അവിടെ ഏതൊക്കെ പോലീസ് ഓഫീസറുടെ അടുത്ത് പോയ എല്ലാ പോലീസുകാർക്കും ഓഫീസേഴ്സിനും വ്യക്തമാണ് ഈ വ്യക്തിയുടെ സ്വഭാവം. മരിച്ചുപോയ ആളെ നമ്മൾ കുറ്റം പറയുകയല്ല, ബട്ട് ഈ വ്യക്തിയുടെ സ്വഭാവം കുറച്ച് മോശമായിരുന്നു. ഈ വ്യക്തി പലരിടത്തും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. സോ ഈ കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി അവിടെ പ്രതികരിച്ചു. ഈ കുട്ടി പറയുന്ന ഒറ്റ കാര്യം അവിടെ പറയുന്നുള്ളൂ, എൻ്റെ അടുത്ത് ചെയ്തതുപോലെ ഇനി സാറ് മറ്റൊരാളുടെ അടുത്ത് ചെയ്യരുത്.
അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രതികരിച്ചു. ഈ കുട്ടിയെ സൈലൻ്റ് ആക്കാൻ പലരും നോക്കി. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും കുട്ടിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇതിനൊന്ന് ഒത്തുതീർപ്പാക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ കുട്ടി പറഞ്ഞത് പലരിടത്തും മാഷ് ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പിന്നെ അറിഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള പോലെ ഇനി ഒരാളുടെ അടുത്ത് ചെയ്യരുത്. പക്ഷേ ഇവിടെ ഉണ്ടായ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ മാഷ് കുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ട് സൂസൈഡ് ചെയ്യുന്നുള്ളതാണ്. സോ ഇതും ഹരാസ്മെൻ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. സോ ഇവിടെ മരിച്ചു പോയതുകൊണ്ടാണ് ഈ ഒരു ട്വിസ്റ്റ്, മറ്റൊരു രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ ട്വിസ്റ്റായി പോയത്. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇൻ കേസ് ഇത് കോടതിയിൽ ഈ കേസ് എത്തുകയാണെങ്കിലും, സോ ഇവിടെ നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് വരുമ്പോൾ, അത് ആരിൽ നിന്നായിക്കോട്ടെ, സെക്ഷൽ ഹരാസ്മെൻറ്റ് വരുമ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കണമോ ആ രീതിയിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. സോ ഈ ആക്ടിനെ പറ്റിയിട്ടും പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിന് പോകുന്ന ഒരു വർക്ക് പ്ലേസ് ഡെഫിനേഷൻ വരുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് ഏതെങ്കിലും രീതിയിലുള്ള അൺവെൽക്കംഡ് ജെസ്ചർ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്നുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. അപ്പം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പ്രതികരിച്ച് മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൺസ് ഒരു സ്ത്രീ അത് സൈലൻ്റായിട്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ നാച്ചുറലി ആ വ്യക്തിക്ക് അവിടെ തോന്നുന്നത് എന്തായിരിക്കും, ഒരാൾ സൈലൻ്റായി ഇത് ഒന്നും സംഭവിച്ചില്ല, സോ ഇത് എനിക്ക് മറ്റൊരാളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ അവിടെ പ്രതികരിച്ചാൽ മേ ബി ആ വ്യക്തിയുടെ ഒരു ബിഹേവിയർ ചിലപ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് വരാം. സോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് തന്നെ വേണം. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ഈ സ്ത്രീക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രതികരിക്കണം, ഉറപ്പായിട്ടും പ്രതികരിക്കണം. ഇനി പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം? മേ ബി ഡയറക്റ്റായിട്ട് ആ വ്യക്തിയുടെ ഫേസിൽ തന്നെ പറയാം, എനിക്ക് മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയാമെന്ന് എനിക്കിഷ്ടമില്ല എന്ന്. ഇനി ആ പ്രതികരിച്ചിട്ടും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉള്ള ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ നമുക്ക് ഇതിനെപ്പോയി പറയാം. പറഞ്ഞതുപോലെ എൻക്വയറി പ്രൊസീജിയർ നടത്താം. ഇനി സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാനുള്ളൊരു ചോദ്യം ഉണ്ടാവും, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? അപ്പോൾ 10-ലധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലല്ലേ ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാവുള്ളൂ. അതല്ലാത്ത സ്ഥലത്ത് എന്താണ് ചെയ്യുക? ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥാപനത്തിൽ 10-ൽ കുറഞ്ഞ സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഇൻറ്റേർണൽ കമ്മിറ്റി ഇല്ല. അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടായാൽ ഈ സ്ത്രീക്ക് പ്രതികരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ പരാതി കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ അടുത്ത് പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാവുന്ന ലോക്കൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെ അടുത്ത് പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. ഏറ്റവും എളുപ്പമുള്ള മാർഗം നേരെ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി പോലീസ് സ്റ്റേഷൻ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ അതൊരു സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ ആ എംപ്ലോയർ ആരാണോ എംപ്ലോയർ ആൾക്ക് കംപ്ലയിൻറ്റ് പരാതി എഴുതി കൊടുക്കാം. ഇപ്പം കൂടെയുള്ള കോ എംപ്ലോയീസ് എന്നാണെങ്കിൽ. ഇനി ഈ പറയുന്ന പോലെ ആ എംപ്ലോയർ തന്നെയാണ് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊണ്ട് കൊടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷനെല്ലാം ജനമൈത്രി സ്റ്റേഷനാണ്. ഒരു കാരണവശാലും പണ്ടത്തെ ഒരു സാഹചര്യം പോലെ ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ഒരു മടിയും വേണ്ട, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ വനിതകൾ തന്നെ, വനിതാ ഹെൽപ്പ് ഡെസ്ക് തന്നെ ഉണ്ട്. അവിടെ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ഏറ്റവും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റ് തടയണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും ഈ പറയുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻറ്റേർണൽ കമ്മിറ്റി ഉള്ളൊരു സാഹചര്യത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലാണ് ഇതിൻ്റെ പരാതി കൊടുക്കേണ്ടത്. അവിടെ ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. സോ ഈ ഒരു ആക്ട്, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക പീഡനം വർക്ക് പ്ലേസിലുള്ള ഈ ഒരു ആക്ട് ഒന്ന് നല്ല രീതിയിൽ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ പറയാനുള്ളത് അവയർനെസ്, രണ്ടുപേർക്കും അവയർനെസ് വേണം, ബോത്ത് മെൻ ആൻഡ് വിമൻ. സോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവാതെ നമുക്ക് നോക്കാം, എന്ന് നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. സോ ഇതിനു വേണ്ടിയിട്ട്
എല്ലാവരും നമുക്ക് പ്രവർത്തിക്കാം. ഒരു സ്ത്രീ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ. സോ ഈ ആക്ട് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.